So good morning, students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് നെയിംഡ് ആസ് ദ കാറ്ററേഴ്സ് പ്രോബ്ലം. ഓക്കെ, CATERER കാറ്ററേഴ്സ് പ്രോബ്ലം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് ബേസിക്കലി ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ തന്നെയാണ്. അത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വേർഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പല സിനാരിയോയിലും ഈ ഒരു കാറ്ററൈസ് പ്രോബ്ലം വരാം. അപ്പം രണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശരിക്കും ഈ കാറ്ററൈസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കൂ, പ്രോബ്ലം എന്താ പറയുന്നത്? കാറ്ററൈസ് നമുക്ക് എന്താ ജസ്റ്റ് നോക്കാം, എന്താ പ്രോബ്ലം നോക്കാം. കാറ്ററർ നീഡ്സ് ക്ലീൻ ടേബിൾ കവേഴ്സ് എവറി ഡേ ഫോർ 6 days to meet a contract according to the following schedule. Days 1 number of covers വേണ്ടത് 50, second day 60, third day 80, fourth day 70, fifth day 90 and sixth day 100. അതായത് ഒരു കാറ്ററർ ഉണ്ട്, പേഴ്സൺ ഈസ് ദർ. അയാൾക്ക് 6 days ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാ ദിവസവും ക്ലീൻ ആയിട്ടുള്ള ടേബിൾ കവേഴ്സ് വേണം അയാൾക്ക്. ഓക്കെ, അപ്പം ആദ്യത്തെ ദിവസം 50, ഇപ്പോൾ മേ ബി ഹീസ് വർക്കിംഗ് ഇൻ സം ഹോട്ടൽ ഓർ സംവെയർ. ഓക്കെ, എവിടെയും വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ ഡെയിലി ആളെ നീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം അയാൾക്ക് 50 കവേഴ്സ് വേണം, ക്ലീൻ ആയിട്ട് ടേബിൾ കവർ വേണം. നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വിരിക്കാൻ എന്തെങ്കിലും. ഓക്കെ, അയാൾ നടത്തുന്ന ഇപ്പോൾ ഹോട്ടൽ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം അവിടെ ചിലപ്പോൾ 50, 60, 100 ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്യണം. അപ്പോൾ അയാളൊരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എല്ലാ ദിവസവും 6 ദിവസത്തെ കോൺട്രാക്റ്റാണ്. ആദ്യത്തെ ദിവസം അയാൾക്ക് 50 കവർ വേണം, അതായത് ക്ലീൻ ആയിട്ടുള്ള കവർ അയാളുടെ കയ്യിൽ ഉണ്ടാവണം. രണ്ടാമത്തെ ദിവസം 60 കവർ വേണം, ക്ലീൻ ടേബിൾ കവർ ഉണ്ടാവണം. അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവർ നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാമല്ലോ. അത് ഒരു ദിവസം ഉപയോഗിച്ച് അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കല്ലോ ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കിയിട്ട് ക്ലീനിങ്ങിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ വാഷിങ്ങിന് കൊടുത്തിട്ട് അത് തിരിച്ച് വാങ്ങിയിട്ട് വീണ്ടും ആ കവർ ഉപയോഗിക്കാൻ പറ്റും, ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ ഡീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ പുതിയത് വാങ്ങി അത് ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കല്ല. പുതിയത് വാങ്ങി ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ 50 കവർ വാങ്ങി, അടുത്ത ദിവസം നമുക്ക് ഈ 50 കവർ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 50 കവറിന്ന് ഇപ്പോൾ കേടായതൊക്കെ നമ്മൾ വാഷിങ്ങിന് അയച്ചു. പിന്നെ ബാക്കി വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇനിയും വാങ്ങിച്ചു. പിന്നെ വാഷിങ്ങിന് പോയ സാധനം തിരിച്ചു വന്നാൽ വീണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും മൂന്നാമത്തെ ദിവസം സപ്പോസ്. അങ്ങനെയൊക്കെ ആ രീതിയിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ദിവസത്തേക്കും ഇത്രയും കവേഴ്സ് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ശരിക്കും ഈ പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പ്രോബ്ലമാണ് ശരിക്കും കാറ്ററൈസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ കോസ്റ്റ് ഓഫ് എ ന്യൂ കവർ ഈസ് 20. ഓക്കെ, ഒരു കവർ വാങ്ങാനുള്ള ഒരു കവറിൻ്റെ പൈസ പറഞ്ഞാൽ 20 രൂപയാണ്. അത് കഴുകാനുള്ള പൈസ 1 രൂപയാണ്. ഫോർ റിട്ടേൺ ഓൺ 4th day ഓർ ലേറ്റർ, നാലാമത്തെ ദിവസമോ അല്ലെങ്കിൽ 4ാമത്തെ ദിവസം കഴിഞ്ഞിട്ടോ ആണ് നമുക്ക് ആ കവർ മതിയെങ്കിൽ അത് കഴുകാനുള്ള പൈസ 1 രൂപയാണ്. തേർഡ് ഡേ, 3ാമത്തെ ദിവസം നമുക്ക് ആ കവർ തിരിച്ചു വേണമെങ്കിൽ, ആ കാറ്ററിന് ആ കവർ തിരിച്ചു വേണമെങ്കിൽ അയാൾ കൊടുക്കേണ്ട പൈസ പറഞ്ഞാൽ 2 രൂപയാണ്. അടുത്ത ദിവസം തന്നെ, അത് ഇന്ന് കൊടുത്തു നാളെ തന്നെ ആ ടേബിൾ കവർ ക്ലീൻ ചെയ്ത് കിട്ടണമെങ്കിൽ അയാൾ ആ വാഷ് ചെയ്യുന്ന ടീമിന് കൊടുക്കേണ്ടത് 3 രൂപയാണ്. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, അയാൾക്ക് ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഇത്രയും ടേബിൾ കവേഴ്സ് അയാൾക്ക് വേണം, ഇത് വേറെ ഡിമാൻഡ്സ് ആണ്. അയാൾ നടത്തുന്ന ആ ഒരു പരിപാടി എന്താണാവോ അതിന് വേണ്ടിയിട്ടുള്ള അയാൾക്ക് ഇത്രയും ടേബിൾ കവേഴ്സ് വേണം. അപ്പം ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ മിനിമം കോസ്റ്റ് ഷെഡ്യൂൾ ഫോർ ദ പർച്ചേസ് ആൻഡ് വാഷിംഗ് ഓഫ് ടേബിൾ കവേഴ്സ് അസ്യൂമിങ് ദാറ്റ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ കോൺട്രാക്ട് ദ കവേഴ്സ് ആർ റിജക്റ്റഡ്. അതായത് ഒരു മിനിമം കോസ്റ്റ് ഷെഡ്യൂൾ കണ്ടുപിടിക്കണം അയാൾ. അതായത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അയാൾക്ക് പൈസ ലാവുന്ന രീതിയിൽ ഒരു ഷെഡ്യൂൾ കണ്ടുപിടിക്കണം. അത് വാങ്ങാനും, ആവശ്യമുള്ളപ്പോൾ വാങ്ങാനും, അതുപോലെ നമ്മൾ തിരിച്ചു കൊടുത്ത് കഴുകി തിരിച്ച് വാങ്ങിക്കാം, എത്രണ്ണം കൊടുക്കണം, എത്രണ്ണം വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു എല്ലാ ഐഡിയയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഷെഡ്യൂൾ അയാൾ ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്യും. അതായത് ആ കവേഴ്സ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ കാറ്ററൈസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ കുറച്ച് തിയറിറ്റിക്കൽ പാർട്ട് ആദ്യം പറയാം നമുക്ക്. ഇത് ശരിക്കും ഫസ്റ്റ് ഈ കാറ്ററൈസ് പ്രോബ്ലം വന്നത് തന്നെ ഈ എന്താ പറയുക, നമ്മൾ ഈ ഒരു വാറിൻ്റെ ഒരു റിലേറ്റഡ് സംഭവമാണ്. ഈ ഓപ്പറേഷൻസ് വെച്ച് ബേസിക്കലി ജനറേറ്റ് ആയി വന്നത് ശരിക്കും വാർ റിലേറ്റഡ്, യുദ്ധത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിന്നായിരുന്നു ആദ്യം ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഈ സബ്ജക്റ്റ്. ഓക്കെ,
പിന്നീട് അതിങ്ങനെ പല രീതിയിലും പഠിച്ചു, പല ആൾക്കാർ പഠിച്ചു, പല രീതിയിലും പല പ്രോബ്ലംസും സോൾവ് ചെയ്തെടുത്തു. അങ്ങനെ അങ്ങനെ ഒരു ഡെവലപ്പായ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് കണ്ടല്ലോ ഇവിടെ ഞാൻ പറയുന്നുണ്ടല്ലോ, അതായത് ഈ പ്രോബ്ലം ശരിക്കും ഈ പ്രോബ്ലം ശരിക്കും ഈ ലിറ്ററേച്ചറിൽ വന്നത് ഇറ്റ് ഫസ്റ്റ് എറോസ് ഇൻ കണക്ഷൻ വിത്ത് ദ നമ്പർ ഓഫ് സ്പെയർ എഞ്ചിൻസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫ്ലീറ്റ് ഓഫ് എയർപ്ലെയിൻസ് എയർവർത്തി ഡ്യൂറിങ് എ സെർട്ടൺ പീരീഡ്. അതൊരു ഒരു പെർട്ടിക്കുലർ പീരീഡിൽ കുറേ എയർപ്ലെയിൻസ് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ആവശ്യമുള്ള എന്താ പറയുക, സ്പെയർ ആയിട്ട് എത്ര, അത് എക്സ്ട്രാ നമ്മൾ ബാക്കി എക്സ്ട്രാ വെക്കില്ല സ്പെയർ ആയിട്ട് എയർക്രാഫ്റ്റ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്താണ് നമ്മൾ പ്രോബ്ലം അതുപോലെ ഇവിടെ പറയുന്നത് വെച്ചാൽ ഫ്ലീറ്റ് ഓഫ് എയർപ്ലെയിൻസ് ഉണ്ട്. അവർ യുദ്ധത്തിന് പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം റെഡിയാക്കി വെച്ച സംഭവമാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ സപ്പോസ് ഒരു 12 എയർപ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ 12 യൂസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ഒരു എക്സ്ട്രാ എത്ര സ്പെയർ ആയിട്ട് എത്ര നമ്മൾ കൂടി കണക്കാക്കി വെക്കണം. ഈ 12 മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന് ഫെയിലായി പോയ ആ സമയത്ത് ആ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേറെ എയർക്രാഫ്റ്റ് വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ എത്ര സ്പെയർ വേണം, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം എന്നാണ് ശരിക്കും ഈ കാറ്റഗറൈസ് പ്രോബ്ലം ജനറേറ്റ് ആയി വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഇൻക്ലൂഡ്സ് റിപ്പയർ ആൻഡ് സർവീസിങ് ഓഫ് സം പെർട്ടിക്കുലർ ആർട്ടിക്കിൾസ് ആൻഡ് അങ്ങനത്തെ റിലേറ്റഡ് പ്രോബ്ലമാണ് ശരിക്കും ഇത്. അപ്പം ഓൺ എ ജോബ് സപ്പോസ് A1, A2, etc. AN ഓഫ് ദീസ് ആർട്ടിക്കിൾസ് ആർ റിക്വയർഡ് അറ്റ് ടൈംസ്. അതെ, ഇതിപ്പം ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ പ്രോബ്ലം എന്താണെന്ന് പറയാൻ, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഇതാണ് ഇതിൽ പറയുന്നത്, എന്താണ് ഈ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുലേഷൻ പറയാനുണ്ട് നമുക്ക്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം എന്താ കോൺസെപ്റ്റ്സ് എന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് സപ്പോസ് ദർ ഇസ് എൻ ആർട്ടിക്കിൾ വിച്ച് ഇസ് യൂസ്ഡ് വൺസ് ആൻഡ് ദെൻ സെൻഡ് ഫോർ റിപ്പയർ ഓർ സർവീസിങ് ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ. ഒരു ആർട്ടിക്കിൾ ഉണ്ട് വിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, പിന്നെ നമ്മൾ റിപ്പയറിന് അല്ലെങ്കിൽ സർവീസിന് അയക്കും ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് അഗെയിൻ. രണ്ടാമത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നെങ്കിൽ റിപ്പയറിന് അയക്കും അല്ലെങ്കിൽ സർവീസിന് അയക്കും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയാണ്, നമ്മളൊരു ദിവസം ടേബിൾ കവർ ഉപയോഗിച്ചു, അത് നമ്മൾ കഴുകാൻ അടുത്ത ദിവസത്തേക്ക് കഴുകാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടുന്നതിൽ കഴുകാൻ കൊടുക്കുകയാണ്. ഇത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനത്തെ ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ വന്ന ഫ്ലീറ്റ് ഓഫ് എയർക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സ് ആണ് ഇവിടുത്തെ ആ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ എൻറ്റിറ്റി. നമ്മളത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കില്ല, അത് ഒന്ന് കേടായി പോയിട്ട് നമ്മൾ ഒഴിവാക്കലല്ലോ ചെയ്യുക. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് കേട്ടോ. അപ്പം ഇവിടെ ഓൺ എ ജോബ് A1, A2, etc. AN ഓഫ് ദീസ് ആർട്ടിക്കിൾസ് ആർ റിക്വയർഡ് ടൈംസ് T, 2T, NT റെസ്പെക്റ്റീവ്ലി. അതായത് T ഒരു യൂണിറ്റ് ഓഫ് ടൈം എടുക്കുകയാണെങ്കിൽ T സമയത്തും 2T സമയത്തും etc. NT സമയത്തും നമുക്ക് A1, A2, etc. AN നമ്പർ ഓഫ് ഈ ആർട്ടിക്കിൾസ് വേണം ജോബിന്. നമുക്കിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം കണ്ടില്ലേ, ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ദിവസം 50 വേണം. അപ്പോൾ ഇവിടെ ഈ T1 ഇത് 2T, 2 എന്ന് പറഞ്ഞാൽ 2T, 3 എന്ന് പറഞ്ഞാൽ 3T, അങ്ങനെ ഓരോ ടൈം ലിമിറ്റിൽ നമുക്ക് വേണ്ട A1, A2, etc. AN ആണ് ഈ 50, 60, 80, 70 എന്നൊക്കെ പറയുന്നത്. ഇത്രയും നമ്പർ ഓഫ് കവേഴ്സ്, ഇത്രയും നമ്പർ ഓഫ് എൻറ്റിറ്റീസ് വേണം അവിടെ. ഓക്കെ, സോ ആൻഡ് ദ ജോബ് ലാസ്റ്റ് ടിൽ NT, അതായത് NT ആവുന്ന വരെ. അപ്പോൾ ഈ കേസിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ 6 ആണ്. അപ്പോൾ 60 വരെ ജോബ് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ജോബ് ബിഗിൻസ് അറ്റ് T വിത്ത് A1 ആർട്ടിക്കിൾസ് പർച്ചേസ് ന്യൂ ഫ്രം ദ മാർക്കറ്റ് സെർട്ടൺ പ്ലേസ്. അതായത് പണി തുടങ്ങുന്നത് നമ്മളെപ്പോഴാണ്, ഒരു പുതിയ A1 നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. ആൻഡ് ടൈം Tയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ടൈം T പറഞ്ഞാൽ 1 ആണ് ഫസ്റ്റ് ഡേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എണ്ണം പുതിയ വാങ്ങേണ്ടി വരും? ഇയാൾ 50 എണ്ണം പുതിയ വാങ്ങേണ്ടി വരില്ലേ ഫസ്റ്റ് തന്നെ, 50 കവർ. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ 50 അങ്ങനെ. ഇനി the job begins at T with A1 certain place, and but successive times the requirement can be met partly by repaired articles and partly if necessary through purchase of new ones. അതായത് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ നമുക്ക് ഉള്ള സാധനം വെച്ചിട്ട് തന്നെ ഓടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുതിയത് വാങ്ങേണ്ടി വരും. ഓക്കെ, മിനിമം ടൈം ഫോർ റിപ്പയർ ഈസ് R into T and maximum is some R plus S into T, R and S being positive integers with R plus S less than N. The quicker the service, the higher the cost of repair. നമ്മൾ പെട്ടെന്ന് നമുക്ക് സർവീസ് ചെയ്ത് കിട്ടുന്ന സാധനം കോസ്റ്റ് ഓഫ് റിപ്പയർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. പക്ഷെ എന്തായിരിക്കും പുതിയ വാങ്ങുന്നതിനെക്കാട്ടും കുറവായിരിക്കുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ the problem is how to organize purchase and repair of articles so that the job is completed and with minimum cost of articles. അതായത് എങ്ങനെ നമുക്ക് ഈ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക്, such a way that നമുക്ക് നമ്മളെ കോസ്റ്റ് കുറയ്ക്കണം. ഓക്കെ,
ഈ ഇതിൻ്റെ മൊത്തം കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ അത് മോഡൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം മൊത്തത്തിൽ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ XIJ എന്ന സാധനം വേരിയബിൾസ് നിങ്ങൾ ഇഫ് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് റിസീവ്ഡ് ബാക്ക് ആഫ്റ്റർ റിപ്പയർ വിച്ച് വേർ സെൻഡ് ഫോർ റിപ്പയർ അറ്റ് ടൈം IT ടു ബി റിട്ടേൺ അറ്റ് ടൈം GT എടുക്കുക. അതായത് നമ്മൾ XIJ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, IT എന്ന ടൈമിൽ റിപ്പയറിന് കൊടുത്തിട്ട് JT എന്ന ടൈമിൽ റിപ്പയർ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആ ആർട്ടിക്കിൾസ്, അതാണ് XIJ. അതായത് ഇപ്പോൾ T മുതൽ 2T എന്ന് പറയുമ്പം X1 അതായത് X12. ഇപ്പോൾ X12 എന്ന് പറഞ്ഞാൽ T എന്ന ടൈമിൽ റിപ്പയറിന് കൊടുത്തു 2T ടൈമിന് നമുക്ക് തിരിച്ച് കിട്ടി. അങ്ങനത്തെ ആർട്ടിക്കിൾസ് നമ്പറാണ് XIJ. അങ്ങനെ നമ്മൾ XIJ എടുക്കുകയാണ്. അതുപോലെ CIJ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് റിപ്പയർ ഓഫ് പെർ ആർട്ടിക്കിൾ. അതായത് പെർ ആർട്ടിക്കിൾ ഇങ്ങനത്തെ എത്ര ആർട്ടിക്കിൾ കൊടുത്തു ആ ഓരോന്നിൻ്റെയും കോസ്റ്റ്, റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ്, അത് CIJ ആക്കി എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ summation I equal 1 to n XIJ is the total number of repaired articles at JT. JT എന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് റിപ്പയർഡ് ആർട്ടിക്കിൾസ് എന്ന summation I equal 1 to n XIJ ആയിരിക്കും അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ I greater than equal to J ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ XIJൻ്റെ വാല്യൂ എന്ന മീനിങ്ലെസ് ആണ്. XIJ ശരിക്കും എന്താ, നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് റിസീവ്ഡ് ബാക്ക് ആഫ്റ്റർ റിപ്പയർ വിച്ച് വെ സെൻഡ് ഫോർ റിപ്പയർ അറ്റ് IT ആൻഡ് റിട്ടേൺ ടൈം JT. അതായത് IT എന്ന ദിവസത്ത് കൊടുത്തു, അല്ലെങ്കിൽ ആ ടൈമിൽ കൊടുക്കും. JT എന്ന ടൈം അത് കഴിഞ്ഞിട്ടുള്ള സമയമാണല്ലോ, അപ്പോൾ അത് വലുതാണല്ലോ ഇതിനെക്കാട്ടും. ആ JT എന്ന സമയത്ത് തിരിച്ച് കിട്ടി. അപ്പോൾ അതാണ് X12. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും I greater than equal to J, I21 അല്ലെങ്കിൽ I31 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മീനിങ് ഇല്ല. ഓക്കെ, I31 എന്ന് പറഞ്ഞൊരു കേസ് അല്ല X31 എന്ന് പറഞ്ഞ കേസ്, ആ ഒരു വേരിയബിളിനൊരു മീനിങ് ഇല്ല ഇവിടെ ശരിക്കും ആണെങ്കിൽ. നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല മൂന്നാമത്തെ ദിവസം നിങ്ങൾ കഴുകാൻ കൊടുത്തു ആദ്യത്തെ ദിവസം കിട്ടിയെന്ന്, അതിനൊരു മീനിങ് ഇല്ലല്ലോ അല്ലേ. ആദ്യത്തെ ദിവസം കൊടുത്തു മൂന്നാമത്തെ ദിവസം കിട്ടി, അതിന് മീനിങ് ഉണ്ട് അല്ലേ, അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കേസ് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ പ്രോബ്ലം ഇത് നമ്മളൊരു എന്താ പറയുക ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായിട്ട് മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് CIJs ഒക്കെ ഇൻഫിനിറ്റിന്ന് എടുക്കും. ഓക്കെ, അത് നമുക്ക് ആ സെല്ലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഓരോ JT അതായത് ഓരോ സമയത്തും നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഐറ്റമിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പുതിയ ആർട്ടിക്കിൾ വാങ്ങിക്കും അല്ലേ. നമുക്കിപ്പോൾ ഉള്ള സംഭവം നമ്മൾ ഓടിക്കാൻ നോക്കും, പക്ഷെ നമ്മൾ നന്നാക്കും കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അന്ന് എത്രയും ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെയും കുറച്ച് എക്സ്ട്രാ വേണ്ടി പിന്നെയും വാങ്ങിച്ചെന്ന് വരും അല്ലേ. അത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് നമുക്ക് ഈ പ്രോബ്ലം, അല്ലെങ്കിൽ റിയൽ വേൾഡ് പ്രോബ്ലം എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് നമുക്ക് ഈ പ്രോബ്ലം തരുന്നത്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ XN+1J എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാങ്ങിക്കുന്ന എക്സ്ട്രാ നമ്പറിനാണ് നമ്മൾ ഈ XN+1J ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ആ ടേബിൾ വരയ്ക്കുമ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ XIJs നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്, നമ്മൾ കണ്ടു XIJs. ഫോർ I varies from 1 to n, J varies from 1 to n. പക്ഷേ ഒരു എക്സ്ട്രാ ഒരു റോ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ XN+1J തരുമ്പോൾ ഒരു എക്സ്ട്രാ റോ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ടേബിളിൽ. അവിടെ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല, നമ്മൾ ഈ ഷോർട്ടേജ് വരുമ്പോൾ വാങ്ങിക്കുന്ന ന്യൂ ആർട്ടിക്കിൾസിൻ്റെ ആ ഒരു എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഞാനിവിടെ ആ ടേബിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിലിപ്പം N6 ആണ്. അപ്പോൾ ഇവിടെ XN+1J എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ കോളംസ്, ഈ റോസ് ആണ്, അല്ലെങ്കിൽ ഈ റോ ആണ് ശരിക്കും. X7J, X71, X72, X73 അങ്ങനെ പോകുന്നത്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ശരിക്കും എത്ര എണ്ണം വാങ്ങി എന്നുള്ളതാണ്. ഓക്കെ, എത്ര ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങുമല്ലോ, എത്ര ഇത് വാങ്ങും, അതിനുള്ള ഒരു റോ ആണത്. ബാക്കി ഓക്കെ, അത് അങ്ങനെയാണ്. അപ്പോൾ ഓബിയസ്ലി നമുക്ക് അവിടെ നിന്ന് കൺസ്ട്രെയിൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അതായത് നമ്മൾ ഓരോ ദിവസം വാങ്ങുന്ന ഓരോ ദിവസത്തിൽ വരുന്ന ആ ലൊക്കേഷൻ ഫിഗർ പ്ലസ് ലാസ്റ്റ് വരുന്ന നമ്മൾ എക്സ്ട്രാ വാങ്ങുന്ന ആ സാധനം എക്സ്ട്രാ വാങ്ങുന്നതായിട്ട് വരുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം AJ പറഞ്ഞാൽ ആ കോളത്തിൽ വരുന്ന ഡിമാൻഡായിട്ട് കാണാം. ഇവിടെ 50 ഉണ്ടല്ലോ, അപ്പോൾ ഈ 50 അല്ലെങ്കിൽ 60, 80 അതൊക്കെ ഇത് A1, ഇത് A2, ഇത് A3 അങ്ങനെയാണ് പോണത്. ഓക്കെ, അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് മൊത്തം നമുക്ക് ആവശ്യമുള്ളത് AJ ആണ്. അപ്പോൾ AJക്ക് അനുസരിച്ച് വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ XIJ എന്ന് പറയുന്നത് ശരിക്കും I equal 1 to n ഉം J equal 1 to n എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഇതാണ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് റിസീവ്ഡ് ബാക്ക് ആഫ്റ്റർ റിപ്പയർ വിച്ച് വെ സെൻഡ് ഫോർ റിപ്പയർ അറ്റ് ടൈം IT ടു ബി റിട്ടേൺ അറ്റ് ടൈം JT. അതാണ് XIJ. ഓക്കെ,
പിന്നെ സമ്മേഷൻ ജെ ഈക്വൽ 1 to xij പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് സെൻഡ് ഔട്ട് ഫോർ റിപ്പയർ ടൈം ഐ ടി എന്ന സമയത്ത് എത്ര മൊത്തം ആർട്ടിക്കിൾസ് എത്ര നമ്മൾ റിപ്പയറിന് വിട്ടിട്ടുണ്ടോ അതിൻ്റെ സംഭവം നമുക്ക് അതായത് ആ കോളം റോ സമ്മാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് എത്ര നമ്മൾ റിപ്പയറിന് വിട്ടിട്ടുണ്ട് ആ ഒരു കണക്ക് നമുക്ക് അതിൻ്റെ റോ സം എന്ന് കിട്ടും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരു എക്സ്ട്രാ ഒരു റോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കോളം ആഡ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഒരു കോളം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ദ ആർട്ടിക്കിൾസ് യൂസ്ഡ് ടൈം ഐ ടി നീഡ് നോട്ട് ബി സെൻഡ് ഫോർ റിപ്പയർ ആസ് എ ജോബ് ഈസ് ടു ബി ലാസ്റ്റ് ഓൺലി അപ് ടു NT ആൻഡ് ഇഫ് ദേ കനോട്ട് ബി റിപ്പയർഡ് ബിഫോർ ദാറ്റ് ടൈം ദേ മേ ബി ലെഫ്റ്റ് അൺറിപ്പയർഡ്. അതായത് ആർട്ടിക്കിൾസ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ റിപ്പയറിന് അയച്ചോണമെന്നില്ല. ഓക്കെ. കാരണം NT വരെ നമുക്ക് ഈ കോൺട്രാക്റ്റ് ഉള്ളൂ, ആ പ്രോബ്ലത്തിൻ്റെ കോൺട്രാക്റ്റ് NT വരെ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് മുമ്പ് ഈ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ഒഴിവാക്കി വിടും, അത്രേ ഉള്ളൂ. റിപ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒഴിവാക്കാമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഓഫ് ലീവിങ് ആർട്ടിക്കിൾ അൺറിപ്പയർഡ് മേ ബി ടേക്കൺ ആസ് 0. അങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ കോസ്റ്റ് നമ്മൾ 0 ആക്കി എടുക്കുകയാണ്, അത് ഒഴിവാക്കുന്നതിൻ്റെ കോസ്റ്റ്. അപ്പം അത് പിന്നെന്താ പറയുന്നത് വെച്ചാൽ ഈ ഇത്രയും നമ്മൾ ഒഴിവാക്കുന്നുണ്ടല്ലോ, അതായത് xi(n+1) ബി ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ യൂസ്ഡ് ബട്ട് നോട്ട് സെൻഡ് ഫോർ റിപ്പയർ എറ്റ് ടൈം IT. ഒരു പർട്ടിക്കുലർ ടൈം IT-യിൽ, ഇപ്പോൾ 2T-ലോ 3T-ലോ ആ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് വിച്ച് ആർ നോട്ട് സെൻഡ് ഫോർ റിപ്പയറിന് അയക്കാത്ത കുറച്ച് ആർട്ടിക്കിൾസ് ഏതാണോ അതാണ് നമ്മൾ ഈ പർട്ടിക്കുലർ കോളത്തിൽ വരിക. അതായത് xi(n+1) എന്ന് പറഞ്ഞ കോളത്തിൽ. അതാണ് ഇവിടെ ശരിക്കും ഞാൻ ഈ 7ാമത്തെ കോളം, ഇതിനകത്ത് ഞാൻ കോസ്റ്റ് കൊടുത്താൽ മൊത്തം 0 ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് ശരിക്കും ഇത് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ശരിക്കും തന്നെ കൺസ്ട്രെയിൻസും എല്ലാം കൂടെ നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ വരും. സമ്മേഷൻ j ഈക്വൽ 1 to n+1, സമ്മേഷൻ i ഈക്വൽ 1 to n+1, Cij xij ആണ് നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എല്ലാ xijസും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ ഈ ഒരു ഫോമിലേക്കാണ് നമ്മൾ ആ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ജനറൽ സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇതിനെ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിനൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടെക്നിക്കിൽ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ആക്ച്വലി ഇതൊരു ക്യാരക്ടറൈസ് പ്രോബ്ലമാണ്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ആ ടെക്നിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം മോഡലിംഗ് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫോമിലാണ് ഇത് ശരിക്കും വരുന്നത്, ഇതിൻ്റെ മോഡലിംഗ് കിട്ടുന്നത്. പിന്നെ ഇതിലൊരു സെല്ലും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതിപ്പോൾ ഈ X77 എന്ന് പറഞ്ഞ ഈ സെല്ലുണ്ടല്ലോ, ഇവിടെ വരുന്ന സെല്ല്. അപ്പോൾ ഈ സെല്ല്, അതായത് ഈ സെല്ല്, അപ്പോൾ ഈ സെല്ല് ശരിക്കും ഇതിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ദ നമ്പർ ഓഫ് ന്യൂ ആർട്ടിക്കിൾസ് ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് യൂസ്ഡ് ആൻഡ് സോ നോട്ട് പർച്ചേസ്ഡ് അറ്റ് ഓൾ. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ ആർട്ടിക്കിൾസ് ലെഫ്റ്റ്, അതായത് വിത്തൗട്ട് ബീങ് യൂസ്ഡ്, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആർട്ടിക്കിൾസാണ് ശരിക്കും നമ്മൾ അവിടെ എന്താ പറയുക ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഞാൻ ഈ പ്രോബ്ലം വെച്ച് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എഴുതുമ്പം അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. അപ്പം ഇതിൽ 6 ദിവസമാണ് ഉള്ളത്. ഇപ്പോൾ T, 2T, 3T, 4T, 5T, 6T. അപ്പം ഒരു 6x6 കോളം നമുക്ക് എന്തായാലും വേണം. നമുക്ക് ഇവിടെയും 1T, 2T, 3T, 4T, 5T, 6T. ഈ 7th കോളം ഞാൻ പറഞ്ഞു, എക്സ്ട്രാ വരുന്ന കോളം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഓരോ IT-യിലും പർച്ചേസ് ചെയ്യുന്ന എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കണക്കാണ് ഇവിടെ വരിക. ഞാനിവിടെ 20 എഴുതാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നോക്കൂ, ഒരു ന്യൂ കവറിൻ്റെ കോസ്റ്റ് 20 ആണ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 20 അതുകൊണ്ടാണ് എഴുതിയത്, 20. ഇവിടെ ഇപ്പോൾ 50 എണ്ണം വാങ്ങുകയാണെങ്കിൽ കോസ്റ്റ് എത്രയാണ്? 50 × 20 ആ രീതിയിൽ. ഓക്കെ. അപ്പം അങ്ങനെ. പിന്നെ ഈ 7th കോളം നോക്കൂ നിങ്ങൾ, അതിലെല്ലാ കോസ്റ്റും ഞാൻ 0 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞു. അതായത് ഈ xi(n+1) കൊടുക്കുന്നതൊക്കെ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് യൂസ്ഡ് ബട്ട് നോട്ട് സെൻഡ് ഫോർ റിപ്പയർ അറ്റ് ടൈം IT എന്നാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ റിപ്പയറിന് അയക്കാത്ത എത്ര ആർട്ടിക്കിൾസ് ഉണ്ടോ അതാണ് xi(n+1) എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് അതിനെ നമ്മൾ റിപ്പയർ ചെയ്യാതെ വെക്കുകയാണ് നമ്മൾ ആ ആർട്ടിക്കിൾ. അതിന് അങ്ങനെ റിപ്പയർ ചെയ്യാതെ വെക്കാനുള്ള
ആ ഒരു കോസ്റ്റ് നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അതാണ് നമ്മളിവിടെ 0 0 0 എന്ന് കൊടുക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ എഴുതുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഈ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാം. മുകളിൽ കാണാം സെൻഡ് ഫോർ വാഷിംഗ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എക്സെട്ര, സെവൻത്ത്. റിസീവ്ഡ് ആഫ്റ്റർ വാഷിംഗ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, മൂന്നാമത്തെ പേഴ്സൺ, നാലാമത്തെ പേഴ്സൺ, അഞ്ചാമത്തെ പേഴ്സൺ, ആറാമത്തെ പേഴ്സൺ. ഇപ്പോൾ ഈ സെൽ എന്തായാലും ഇൻഫിനിറ്റിയാണ് വരിക. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ നമുക്ക് എന്തായാലും നമ്മൾ എന്താ പറയുക ഇതിന് വാഷിങ്ങിന് അയക്കുന്നു വരുന്നൊന്നുമില്ലല്ലോ. അപ്പം അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ കുറേ സംഭവങ്ങൾ ഇൻഫിനിറ്റി വരും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ലോജിക് ഉണ്ട്. എന്തായിരുന്നു അത്? നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് എക്സൈജ് ശരിക്കും എന്താ? എക്സൈജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് റിസീവ്ഡ് ബാക്ക് ആഫ്റ്റർ റിപ്പയർ ആണ്, വിച്ച് വെയർ സെൻഡ് ഫോർ റിപ്പയർ അറ്റ് ടൈം IT ആൻഡ് ടു ബി റിട്ടേൺ അറ്റ് ടൈം JT. ഐ എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും റോസ് അല്ലേ വരുന്നത് അല്ലേ? ഐ ഉദ്ദേശിക്കുന്നത് റോസ് അല്ലേ? ജെ ഉദ്ദേശിക്കുന്നത് കോളം എൻട്രി ആണ്. അപ്പം 2 1 എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ എപ്പോഴാണ്? സെക്കൻഡ്, അതായത് X21 എന്ന് പറഞ്ഞ ആ ഒരു കോളം വരുന്നത് എപ്പോഴാണ്? ആ എൻട്രിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് തിരിച്ച് വന്ന എമൗണ്ട് ഓഫ് ആർട്ടിക്കിൾസ്, നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ രണ്ടാമത്തെ ദിവസം കൊടുത്തിട്ട് ഒന്നാമത്തെ ദിവസം തിരിച്ചു വന്ന ആർട്ടിക്കിൾ എന്നല്ല അതിൻ്റെ മീനിങ് വരിക. X21 വാല്യൂ പറഞ്ഞാൽ അതല്ല വരിക ഈ ഒരു ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ? രണ്ടാമത്തെ ദിവസം നിങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ മുമ്പത്തെ ദിവസം നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതൊക്കെ ഇവിടെ 0 ആയിപ്പോവും. സോറി, 0 അല്ല, ഇൻഫിനിറ്റി ആവും. അപ്പോൾ X21 എന്ന് പറഞ്ഞ സംഭവം ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റി അല്ലേ? X61 എന്താ? നിങ്ങൾ ആറാമത്തെ ദിവസം കഴുകാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് 5 ദിവസം മുമ്പേ കിട്ടി സാധനം, അത് നടക്കുമോ? ഇല്ലല്ലോ. അതന്നെ. അപ്പോൾ അത് എല്ലാം ഇൻഫിനിറ്റി ആണ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഒന്നാമത്തെ ദിവസം കൊടുത്ത് രണ്ടാമത്തെ ദിവസം കിട്ടാം, അത് ഓക്കെയാണ്. പക്ഷെ രണ്ടാമത്തെ ദിവസം കൊടുത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം തന്നെ കിട്ടുമോ? ഇല്ല. അതപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ആക്കി എടുക്കുകയാണ്. അതുപോലെ മൂന്നാമത്തെ ദിവസം കൊടുത്ത് രണ്ടാമത്തെ ദിവസം കിട്ടുമോ? ഇല്ല, അത് ഇൻഫിനിറ്റി. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കോസ്റ്റുകൾ ഞാൻ ഇൻഫിനിറ്റി എഴുതാണ്. ഇവിടെ അതുപോലെ ഇൻഫിനിറ്റി വരും, ഇൻഫിനിറ്റി. അപ്പോൾ ഇത്രയും എല്ലാം ഇൻഫിനിറ്റി തന്നെയാണ്. നമുക്ക് ആ കുറച്ച് സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് കോസ്റ്റുകളൊന്ന് എഴുതണം. കോസ്റ്റുകൾ എങ്ങനെ എഴുതുക? അതായത് ആദ്യത്തെ ദിവസം നമ്മൾ കൊടുത്ത സാധനം നമുക്ക് രണ്ടാമത്തെ ദിവസം തിരിച്ചു കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര വരിക ഒരു യൂണിറ്റിന്? ഇവിടെ നമുക്ക് എത്ര യൂണിറ്റുള്ള കണ്ടുപിടിക്കണം. പക്ഷേ ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് എത്ര വരിക ഇവിടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ എത്രയാണ് പറയുന്നത്. അതായത് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടണമെങ്കിലും ₹3 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യ ദിവസം കൊടുത്ത് രണ്ടാമത്തെ ദിവസം കിട്ടുക പറഞ്ഞാൽ എത്രയാണ് കോസ്റ്റ്? ₹3 ആണ് അല്ലേ? ആദ്യത്തെ ദിവസം കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം കിട്ടുമ്പോൾ 2 ദിവസം ഗ്യാപ്പ് വന്നില്ലേ? അങ്ങനെ 2 ദിവസം ഗ്യാപ്പ് വരുമ്പോൾ എത്രയാണ് അവർ പൈസ പറയുന്നത്? അതായത് ഫസ്റ്റ് ഡേ കൊടുത്തിട്ട് തേർഡ് ഡേ തിരിച്ചു തരിക. ഫസ്റ്റ് ഡേ കൊടുത്തു, സെക്കൻഡ് തേർഡ് ഡേ തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ ₹2 കൊടുത്താൽ മതി ഈ കഴുകുന്ന ആൾക്കാർക്ക്, വാഷ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ 1 ഫോർ റിട്ടേൺ ഓൺ 4th ഡേ ഓർ ലേറ്റ്, നാലാമത്തെ ദിവസം അത് കഴിഞ്ഞോ റിട്ടേൺ നമ്മൾ തിരിച്ചായി ഈ ഇയാളുടെ ടേബിൾ ക്ലോത്ത്, അത് വാഷ് ചെയ്യുന്ന ആൾക്കാരോട് ടേബിൾ ക്ലോത്ത് ഈ കാറ്ററർ വാങ്ങുന്നതെങ്കിൽ അയാൾ ജസ്റ്റ് ₹1 കൊടുത്താൽ മതി അല്ലേ? അതല്ലേ ഈ പറയുന്ന ബാക്കിയുള്ള മീനിങ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം കൊടുത്തു, മൂന്നാമത്തെ ദിവസം കിട്ടണമെങ്കിൽ ₹3 ചിലവാക്കണം. ഒരു ദിവസം വൈകിയാണെങ്കിൽ ₹2, ബാക്കി എല്ലാ ദിവസവും ₹1. അത് തന്നെ ഇവിടെയും 3 2 1 3 2. അഞ്ചാമത്തെ ദിവസം കൊടുത്തു, ആറാമത്തെ ദിവസം തിരിച്ചു കിട്ടി 3 അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ കോസ്റ്റുകളും ഫില്ല് ചെയ്തു. ശരിയല്ലേ? നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ കോസ്റ്റുകളും ഓക്കെ. ഇനി നമുക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ മെട്രിക്സ് ആയി, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പോലെ ആയി. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. അപ്പം ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യത്തെ ദിവസം ഇയാൾ എന്തായാലും 50 കവർ അയാൾക്ക് വേണം അല്ലേ? അയാളെ കോൺട്രാക്റ്റ് പകരം അയാൾ 50 ടേബിൾ റെഡിയാക്കണം. അപ്പോൾ 50 ടേബിൾ കവർ അയാൾക്ക് വേണം. അപ്പോൾ എന്തായാലും അയാൾ 50 അല്ല 50 കവേഴ്സ് പുതിയതായിട്ട് അയാൾ വാങ്ങും. ആ 50 ഞാൻ ഇവിടെ എഴുതാണ്. ഓക്കെ, അയാൾ 50 കവർ അയാൾ വാങ്ങുന്നുണ്ട് ഫസ്റ്റ് ദിവസം അല്ലേ? എന്നിട്ട് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് അലോക്കേഷൻ വരിക എവിടെയാണ്? ഇനിയിപ്പോൾ അടുത്ത ദിവസം
കാരണം നമ്മളവിടെ അലോക്കേഷൻ ശരിക്കും എന്താണ്, ഈ കാണുന്ന സെൽസിലൊക്കെ അലോക്കേഷൻ എന്താണ്, റിപ്പയർ ചെയ്യാൻ കൊടുത്ത സാധനം തിരിച്ചു വരുന്നതിൻ്റെ എണ്ണമാണ് ശരിക്കും XIJ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, 50 എണ്ണം ഇയാൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ രണ്ടാമത്തെ ദിവസം, അപ്പോൾ ആദ്യത്തെ ദിവസം അയാൾ കോൺട്രാക്റ്റിൽ ആവശ്യമുള്ള സംഭവങ്ങൾ ചെയ്തു, കറക്റ്റാണ്. രണ്ടാമത്തെ ദിവസം 60 എണ്ണം വേണം അല്ലേ. ഈ രണ്ടാമത്തെ ദിവസം 60 എണ്ണം വേണം, രണ്ടാമത്തെ ദിവസം 60 എണ്ണം വേണം. പക്ഷേ എത്ര ഉണ്ട്? 50 ഉള്ളൂ, ശരിയല്ലേ? 60 എണ്ണം വേണം, പക്ഷേ 50 ഉള്ളൂ. പുതിയ 50 എണ്ണം വാങ്ങിച്ച്, അതെ, പുതിയ 50 എണ്ണം വാങ്ങിച്ചത് ശരിക്ക് കഴുകാൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്ന എണ്ണമാണല്ലോ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ശരിക്ക് ശരിയല്ലേ? കാരണം ഈ X12ൻ്റെ മീനിങ് എന്താ? ആദ്യത്തെ ദിവസം കൊടുത്ത് ആദ്യത്തെ ദിവസം റിപ്പയർ ചെയ്യാൻ, അത് കഴുകാൻ കൊടുത്ത് രണ്ടാമത്തെ ദിവസം കിട്ടുന്ന എത്ര സംഭവങ്ങളുണ്ടോ അതിൻ്റെ എണ്ണ അല്ലേ ശരിക്കും ഈ X12 എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലേ. നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ നോക്കും. XIJ എന്താ ഡിഫൈൻ ചെയ്തത്? XIJ is the number of articles received back after repair which were sent for repair at time IT to be returned at time JT. അതായത് T എന്ന സമയത്ത് കൊടുത്തു, നമ്മൾ 2T എന്ന സമയത്ത് റിട്ടേൺ ആയി കിട്ടേണ്ട ആർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് XIJ. അതും കൂടെ ഈ കേസ് പറയുമ്പോൾ X12. അപ്പോൾ ഈ 50 എണ്ണം ഇയാൾ ആദ്യത്തെ ദിവസം വാങ്ങിച്ചു, 50 എണ്ണം അയാൾ ഉപയോഗിച്ചു. മൂന്നാം തീയതി തന്നെ അയാൾ അടുത്ത ദിവസം തന്നെ അയാൾ ഈ 50 എണ്ണം കഴുകാൻ കൊടുത്ത് അടുത്ത ദിവസത്തെ കിട്ടണമെന്ന് പറയണ്ട, എന്നാലേ അയാൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ 50 എണ്ണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. 60 എണ്ണം വേണം, പക്ഷേ 50 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 50 ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അത് മിനിമം, ഇത് ട്രാൻസ്പോർട്ടേഷൻ പോലെ തന്നെ മിനിമം 50 and 60 ഇവിടെ കൊടുക്കും നമ്മൾ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇവിടെ ഇനി ബാക്കിയൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ അയാൾക്ക് ഇനി എന്ത് വേണം? ഇനിയും 10 എണ്ണം വേണം. 10 എണ്ണം അയാൾ എന്തായാലും അയാൾക്ക് 60 എണ്ണം വേണം ടേബിൾ അന്നത്തെ ദിവസത്തേക്ക്. അപ്പം എന്തായാലും അയാളത്തെ എന്ത് വേണം? ഒരു 10 എണ്ണം കൂടി വേണം. അപ്പോൾ ആ 10 എണ്ണം കൂടി അയാൾ പർച്ചേസ് ചെയ്യും പുതിയത്. ഓക്കെ, ഇന്നലത്തെ 50 എണ്ണം വെച്ചിട്ട് അയാൾ കഴുകി കിട്ടിയ സാധനം വെച്ച് അയാൾ ഒപ്പിച്ച് 50 എണ്ണം വാങ്ങുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഒരു എന്താ പറയുക, ആ ഒരു നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൻ്റെ ഐഡിയ തന്നെയാണ് പോണത് ഇവിടെ. നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ കോർണർ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒന്നുമല്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം അതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഒരു ഇനീഷ്യൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് മാറാം. ഓക്കെ, ഇത് വാല്യൂസും ഈ കിട്ടുന്ന നമ്പേഴ്സൊക്കെ ഇപ്പോൾ മാറി വരാം. നമുക്കറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ അവസാനത്തേക്ക് മൊത്തം നമ്പേഴ്സ് മാറി അവിടെ എവിടെയും വരാം. പക്ഷെ നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ 10 ആയി. അതായത് നമുക്കിപ്പം ഇവിടെ 50 ഇവിടെ അലോക്കേറ്റ് ചെയ്തു നമ്മൾ, ബാക്കി പക്ഷേ 60 വേണമായിരുന്നു അതേ അവസ്ഥയ്ക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും 10 എണ്ണം എക്സ്ട്രാ വാങ്ങിക്കണമല്ലോ. ആ 10 എണ്ണം ഇവിടെ നമ്മൾ പർച്ചേസിൻ്റെ അതിൽ കൊടുത്തു 10 എണ്ണം. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചാൽ ഇവിടെ 0 ആയി. അപ്പോൾ ഇനി ഇവിടെ വേറെ ലൊക്കേഷൻസ് ഒന്നും വേണ്ട. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ അതേ റൂള് ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്യും. ഈ റോ എല്ലാം ക്യാൻസൽ ചെയ്യും, എലിമെൻറ്റ്സ് എല്ലാം, ഈ സെല്ലെല്ലാം ക്യാൻസൽ ചെയ്യും. പിന്നെ അടുത്ത ഇവിടെ വരുന്നത് ഇവിടെയാണ്, നോർത്ത് വെസ്റ്റ് കോർണർ നമ്മൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, 60 ഉണ്ട്, 60 ഉണ്ട്, പക്ഷെ 80 വേണം. അപ്പോൾ നമുക്ക് 60 കൊടുക്കാം, അവിടെ ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 0 ആവും, അതുപോലെ ഇത് 20 ആവും. അപ്പോൾ ഇവിടെ ഇനി 0 ആയതുകൊണ്ട് ഇവിടെ ഫർദർ ലൊക്കേഷൻസ് ഒന്നും വരില്ല. അതേപോലെ ഇവിടെ 60 ആണ്, പക്ഷെ നമുക്ക് 80 ആണ് മൊത്തം ആ ദിവസത്തെ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് 60 നമ്മുടെ കയ്യിൽ ഇപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. ഈ 60 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ദിവസം കഴുകാൻ കൊടുത്ത് തിരിച്ച് കിട്ടിയ സാധനത്തിന് എണ്ണ കേട്ടോ ഈ 60 പറയുന്നത്. കാരണം നമുക്ക് ഈ രണ്ടാമത്തെ ദിവസം ഈ കേസ് നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ അടുത്ത് 60 എണ്ണം ഉണ്ട് ശരിക്കും. ഈ ഡിമാൻഡ് മീറ്റ്, ഈ 10 എണ്ണം ഇവിടുന്ന് വാങ്ങി, പഴയ ഒരു ദിവസം മുമ്പത്തെ 50 ആയപ്പോൾ 60 എണ്ണം നമ്മുടെ കയ്യിൽ. ഈ 60 നമ്മൾ അടുത്ത ദിവസത്തേക്ക് കഴുകാൻ കൊടുക്കും. ആ കഴുകാൻ കൊടുത്തിട്ട് അടുത്ത ദിവസം കിട്ടുന്ന റേറ്റ് ആണ് ഈ 3 രൂപ. അപ്പോൾ ആ സെല്ലിൽ നമുക്ക് 60 അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ 60 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 60 അലോക്കേറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഇനിയും ഒരു 20 എണ്ണം കൂടി വാങ്ങണം. അപ്പോൾ ആ 20 നമ്മൾ താഴെ കൊടുക്കും. അപ്പോൾ എന്താ, ഇത് 0 ആയി. അത് നേരത്തെ 0 ആയിട്ടുണ്ടല്ലേ. ഇവിടെ 10 അലോക്കേറ്റ് ഇപ്പോൾ 0 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സെല്ല് മൊത്തം കഴിഞ്ഞു, അലോക്കേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയും മൊത്തം അലോക്കേഷൻ കഴിഞ്ഞു. അടുത്ത നോർത്ത് വെസ്റ്റ് ഇവിടെ കൊടുക്കുന്നു നമ്മൾ 70, 80 എണ്ണം. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ 80 ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അയാൾക്ക് ആ ദിവസത്തെ എണ്ണം മതി, നാലാമത്തെ ദിവസം 70 എണ്ണം മതി. അപ്പോൾ മിനിമം, അതായത് 70 മതി, ഡിമാൻഡ് 70 ഉള്ളൂ. അപ്പം
ഇവിടെ എന്താവും, ഇത് 0 ആവും, ഇത് 10 ബാക്കി ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പം ഈ പർട്ടിക്കുലർ നാലാമത്തെ കോളത്തിൽ വേറെ പർട്ടിക്കുലർ പർച്ചേസിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാം. ഇനി ഇവിടെ അടുത്തത് ഇവിടെ വരും, ഈ സെല്ല് വരും. ഈ സെല്ല് വരുമ്പോൾ എത്ര വരിക, 19 10. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുമ്പോൾ 10 കൊടുക്കുക. അപ്പോൾ ഇത് 0 ആയി. ഇവിടെ അലോക്കേഷൻസ് ഫർദർ ഒന്നുമില്ല, ഇത് 80 ആയി. ഓക്കെ. ഇനി അടുത്ത എടുക്കുക, 70യും 80യും ഉണ്ട്. അതിൻ്റെ മിനിമം എടുക്കുമ്പോൾ നമുക്ക് 70 കിട്ടും. അപ്പോൾ ഇത് 0 ആവും, ഇത് 10 ആവും. പിന്നെ ഇവിടെ 0 ആയതിനെക്കൊണ്ട് ഈ റോ മൊത്തം കട്ട് ചെയ്യുക, ഇതിൽ വേറെ അലോക്കേഷൻസ് ഒന്നും വേണ്ട. അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ 10 ഓക്കെ, പക്ഷെ മൊത്തം ഇവിടെ 90 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയ 10 കൂടി വാങ്ങും, അതിവിടെ കൊടുക്കും. ഞാനല്ല, അത് കാറ്റർ വാങ്ങിക്കും. ഓക്കെ, 10 വാങ്ങും. ഇനി അപ്പോൾ അത് കംപ്ലീറ്റ് ആയി, 0 ആയി. ഇനി അതുപോലെ ഇവിടെ നിങ്ങൾ അടുത്ത നോർത്ത് വെസ്റ്റ് ഇവിടെ വരും, 3 എന്ന കോളത്തിൽ വരും. അപ്പം ഇവിടെ 90 ആൻഡ് 100 ആണല്ലോ, അപ്പോൾ അതിന് മിനിമം എന്ന് പറഞ്ഞാൽ 90. ഇത് 0 ആയി. ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ കഴിഞ്ഞ് ബാക്കി 10. അപ്പോൾ ഈ ഇൻഫിനിറ്റിയിൽ നമുക്ക് ഒരിക്കലും കൊടുക്കാം, ഈ ഇൻഫിനിറ്റി സെൽസ് നമുക്ക് ഈ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ താഴെ കാണുന്ന ഇവിടെ 10, അതായത് 10 കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആ 10 പുതിയത് വാങ്ങും, 10 ആയി. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, 100 നമുക്ക് നമ്മുടെ കയ്യിൽ, അതായത് 100ഉം 450 ഉണ്ട്. ഇത് രണ്ടിൻ്റെയും എന്താ പറയുക, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 100ൻ്റെയും 450ൻ്റെയും മിനിമം എടുത്താൽ അവിടെ 100 വരും, അത് 0 ആവും. പിന്നെ ഇത് എത്രയാവും, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ 350ൻ്റെയും 450ൻ്റെയും മിനിമം എടുക്കുക. അപ്പോൾ ഇവിടെ 350 നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. കാരണം എക്സാക്ട്ലി നമുക്ക് 13 അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 7 + 7 14 - 1 13 കിട്ടുന്നുണ്ട്. എക്സാക്ട്ലി 13 അലോക്കേഷൻസ് നമുക്കിവിടെ കിട്ടി. ഇവിടെ ഈ A7ൻ്റെ കേസിൽ 450 കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ മാക്സിമം ഇവിടെ ശരിക്കും പറയുന്നത്, നമ്മൾ ഈ റൂൾ അനുസരിച്ച്, ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പറയുന്നത് വലിയ നമ്പർ കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എത്ര മാക്സിമം പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരിക്കും 50 60 80 70 90 100 ഇത്രയും വേണമെങ്കിൽ, ഒരു മൊത്തം 6 ദിവസത്തെ വേണമെങ്കിൽ മാക്സിമം നമുക്ക് മിനിമം നമുക്ക് വേണ്ട 450 പുതിയത് വാങ്ങേണ്ടി വരും. അതാണ് ഇവിടെ 450 കൊടുത്തത്. ഇത് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 450 കിട്ടുക. ആ ഒരു ലോജിക്കിൽ അവിടെ 450 കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ശരിക്കും ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളെ UV മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് U1 0 കൊടുക്കാം. ബേസിക് സെല്ല് ഇവിടെ 50 ബേസിക് സെല്ല് 50 വരുന്ന ഒരു ലൊക്കേഷൻ സെല്ലുണ്ട്. അപ്പോൾ ഇത് എന്ത് വരും, ഇത് -3 വരും. ബാക്കിയൊക്കെ സെയിം ടെക്നിക്കാണ്, നമ്മൾ എന്താ പറയുക, ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതൊക്കെ സെയിം ടെക്നിക്കാണ്. ഓക്കെ. അപ്പം ഇനി ഇത് 50 വന്നു കഴിഞ്ഞാൽ നമുക്ക് U7 പറയാൻ പറ്റും അല്ലേ. U7 എന്താ വരിക, 50 അല്ല, മുകളിൽ V2 - 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, U7 എന്ത് കിട്ടും, മറ്റേ ഐഡിയസ് ഉപയോഗിക്കുക. U7 + V2 + 20 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് -17 വരും. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് V3 പറയാം. V3 എന്ന് പറയുമ്പോൾ എന്ത് വരും, -3 വരും. അതുപോലെ V3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് U2 പറയാം. U2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0 വരും. ഇനി U7 കിട്ടിയതിനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ V1 പറയാം അല്ലേ. എത്ര വരിക, -3 വരും. അതുപോലെ U7 കിട്ടിയതിനെ കൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാം, V5 പറയാം. V5 എത്ര വരും, -17 + 20, സോ -3 വരും. V6 എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ -3 വരും. V7 എടുത്താൽ എന്ത് വരും, V7 എന്ന് പറഞ്ഞാൽ 17 വരും. V7 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, V7 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് U6 പറയാം. U6 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 17 ആകുമ്പോൾ -17 വരും ഇവിടെ. പിന്നെ അതുപോലെ V6 കിട്ടിയ സ്ഥിതിക്ക് U5 പറയാം, 0 വരും. പിന്നെ V5 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് U4 പറയാൻ പറ്റും. U4 എന്താ വരിക,
0 വരും. അതുപോലെ പിന്നെ V5 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് U3 പറയാൻ പറ്റും. U3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ U3 1 വന്നു കഴിഞ്ഞാൽ V4ൻ്റെ വാല്യൂ -4 വരും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോൺ ബേസിക് സെൽസിൻ്റെ കേസിൽ നമ്മൾ അതും ഇവിടെ ഈ ഇൻഫിനിറ്റി ഉള്ള കേസുകൾ വേണ്ട, ബാക്കിയുള്ള കേസുകൾ നമ്മൾ നമ്മളെ നെറ്റ് വാല്യൂഷൻ കാണും. നെറ്റ് വാല്യൂഷൻ എങ്ങനെ കാണാം? 0 ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 0 + -3 + 2 അതായത് -1. നെറ്റ് വാല്യൂഷൻ ഇവിടെ -1 വരും. ഇവിടെ -4 + 1 എന്ന് പറയുമ്പോൾ -3. ഇവിടെ -3 + 1 എന്ന് പറയുമ്പോൾ -2. ഇവിടെ -3 + 1 എന്ന് പറയുമ്പോൾ -2. ഇവിടെ 17 + 0 പറയുമ്പോൾ 17. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ -4 + 2 -2. -3 + 1 is -2. -3 + 1 is -2 and here also 17. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 + -3 is -2 + 1 is -1. 1 + 17 18 വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നോൺ ബേസിക് ആണ്. ഇവിടെ നോക്കുമ്പോൾ -3 + 2 -1. ഇവിടെ 0 + 17 വരും. പിന്നെ വരുന്ന ഇവിടെ 0 + 17. ഓക്കെ, അപ്പോൾ ഇത്രയും വരും. ഇനി നമ്മളങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഒന്നും കൂടി ഉണ്ട് ഇവിടെ താഴെ. അത് എത്ര വരിക? -17 + -4 -21. -21 + 20 is -1. ഇത്രയും കിട്ടും. ഇനി നമ്മളിത് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാറ്? ലൂപ്പ് വരച്ചിട്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് നെഗറ്റീവ് ഏതാ? മോസ്റ്റ് നെഗറ്റീവ് നമുക്ക് കിട്ടുന്ന ഇവിടെയാണ്. -3 ആണ് മോസ്റ്റ് നെഗറ്റീവ് കിട്ടുന്നത്, അല്ലേ? അപ്പം ഈ കേസിൽ മോസ്റ്റ് നെഗറ്റീവ് വരുന്നത് ശരിക്ക് നമ്മൾ ഈ -3 അത് x14ൻ്റെ കേസിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്ലസ് ഒരു u വരിക, അല്ലേ? എന്നിട്ട് അവിടെ മുതൽ നമ്മൾ ലൂപ്പ് വരയ്ക്കാൻ തുടങ്ങണം. അപ്പോൾ ഞാനിവിടുന്ന് നമുക്കൊരു ലൂപ്പ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ലൂപ്പ് വരയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഗ്രീൻ വെച്ച് വരയ്ക്കാം. അപ്പം ഗ്രീൻ വെച്ച് വരയ്ക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ താഴോട്ട് വരികയാണ്. ഇവിടെ ഒരു സെല്ലുണ്ട്. ഇവിടെ ഒരു സെല്ല് വന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് അഥവാ ഇങ്ങനെ പോയി, മുകളിലോട്ട് പോകാൻ പറ്റില്ല, താഴോട്ട് പോകണം. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. താഴോട്ട് പോകാം, പക്ഷെ താഴോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി 2 സെല്ലായി, അല്ലേ? അപ്പം അത് പറ്റില്ല. അപ്പം എന്തായാലും റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല, അല്ലേ? കാരണം എന്താണ്, ഒരു റോയിൽ ഒരു കോളത്തിൽ 2 സെല്ലേ ആ ഇതിലുണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നതിൻ്റെ മീനിങ് ഞാൻ 3 സെല്ല് എടുക്കാനല്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഞാൻ എൻഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ജമ്പിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഇതെന്തായാലും പറ്റില്ല. ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ താഴോട്ട് ചാടേണ്ടി വരും. അത് പറ്റും, കാരണം അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയാണ്, 2 സെല്ലേ വരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് പോകാൻ, റൈറ്റിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എനിക്ക് ഇവിടെ തിരിച്ചിവിടേക്ക് തന്നെ എത്താൻ ഒരു ഓപ്ഷൻ ഇല്ല മുകളിലെവിടെയും. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് പോവാണ്. ലെഫ്റ്റിലേക്ക് പോയി തിരിച്ചെത്താനുള്ള ഓപ്ഷൻ എവിടേക്കാണ് ഉള്ളത്? ഇവിടെ 50ൻ്റെ അവിടെ എത്തണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്തണം. ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൂപ്പിൻ്റെ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു +u കൊടുത്തപ്പോൾ സ്ഥിതിക്ക് ഇവിടെ -u വരും, ഇവിടെ ഒരു +u വരും, ഇവിടെ ഒരു -u വരും. ഒരു യുവിൻ്റെ വാല്യൂ പറഞ്ഞാൽ മിനിമം ഓഫ് ഈ -u വരുന്ന കേസുകളിൽ തന്നെ മിനിമം. അപ്പോൾ 15, 10, 10 വരും. ഇനി അത് വെച്ചിട്ട് അപ്ഡേറ്റഡ് മെട്രിക്സ് വരയ്ക്കണം നമ്മൾ. ഓക്കെ, ഇവിടെ നമ്മൾ ലൂപ്പ് വരച്ചപ്പം ഇവിടെ ഒരു ക്വാണ്ടിറ്റി കൂടി ഉണ്ട്, 70 കൂടി ഉണ്ട്, അല്ലേ? -u വരുന്നത്. ഇവിടെ -u, ഇവിടെ +u വരും. അപ്പം 70 മിനിമം ഈ -uൻ്റെ കോളംസ് ഉള്ള, അപ്പം അതിന് മിനിമം എന്തായാലും 10 തന്നെ വരുള്ളൂ. എന്നാലും അത് വിട്ടുപോയില്ല. അപ്പം അടുത്ത നമ്മൾ പുതിയ എൻട്രീസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. 60, ഇവിടെ 60 വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ ഇമ്പ്രൂവ്ഡ് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ഇമ്പ്രൂവ്ഡ് സൊല്യൂഷൻ. ഇനി ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. ഇത് ഒപ്റ്റിമൽ ആണോ ചെക്ക് ചെയ്യണം. നമ്മൾ വീണ്ടും യുവും വിയും എല്ലാം UIs-ഉം VJs എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.
കാരണം ഇവിടെ പുതിയതായിട്ടൊന്നുമില്ല. എന്താ ടെക്നിക്ക് എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അതായത് ലൂപ്പ് വരയ്ക്കണം, പിന്നെ പുതിയ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു, അതിനുശേഷം നമ്മൾ ഇനി UI ചെക്ക് ചെയ്യണം. അതന്നെ പരിപാടി. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പോകുക അൺടിൽ വി ഗെറ്റ് ഓൾ എന്താ പറയുക Cij' എല്ലാം എഴുത്തിന് = 0 കിട്ടുന്നവരെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അതാണ് ടെക്നിക്ക്. അപ്പോൾ ഈ കേസിലുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇതാണ് വരിക. അപ്പോൾ നിങ്ങൾ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 10 × 3 = 2950 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കാറ്റഗറൈസ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അത് നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻസ് കിട്ടി. കണ്ടല്ലോ, നിങ്ങൾ ആദ്യത്തെ ദിവസം 50 വാങ്ങിക്കുക, രണ്ടാമത്തെ ദിവസം 50 വാങ്ങിക്കുക. എന്നിട്ട് അതുപോലെ ഇവിടെ ഫസ്റ്റ് ദിവസം ലൊക്കേഷൻ 10, സെക്കൻഡ് ദിവസം ഇവിടെ 10 ലൊക്കേഷൻ വരണം, ഇവിടെ 20 വരണം. അങ്ങനെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ചിലവാകുന്ന കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ചിലവായ കോസ്റ്റ് പറഞ്ഞാൽ ഈ എമൗണ്ട് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കാറ്ററിന് മിനിമം എമൗണ്ടിൽ ആവശ്യമുള്ള കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. റിമൈനിങ് വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ക്ലാസ്.